യു പ്രതിഭ MLA ഇപ്പോൾ സംസാരിക്കുകയാണ്, കേൾക്കാം. നമ്മുടെ മാധ്യമങ്ങളോട് വന്ന കാര്യങ്ങൾ എന്താണ് ഇപ്പം പത്രസമ്മേളനം നടത്തുന്ന പോലും എൻ്റെ പാർട്ടി എന്നോട് വളരെ നേരത്തെ തന്നെ പറഞ്ഞു നമുക്ക് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറയാമെന്ന്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു കാര്യത്തിൽ എൻ്റെ പാർട്ടിയെ ആരും വലിച്ചിഴക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഇവരോടെല്ലാവരും ഞാൻ അങ്ങനെ പറഞ്ഞത്. മറ്റു പൊതുസമൂഹത്തോട് ഞാൻ പറയും, ഇത് വ്യക്തിപരമായിട്ട് എന്നെ ആക്രമിച്ചതാണ്, കറക്റ്റായിട്ടും ടാർഗറ്റ് ചെയ്ത് എന്നെ ആക്രമിച്ച ഒരു മാധ്യമ വാർത്തയായിരുന്നു. അപ്പോൾ അതിനകത്ത് എൻ്റെ പാർട്ടിയെ കൂടി നിങ്ങൾ വലിച്ചിടരുത് എന്ന് പറയുക. എൻ്റെ പാർട്ടി ലീഡർഷിപ്പുമായി ഞാൻ സംസാരിച്ച് അവരെല്ലാവരും അപ്പോൾ തന്നെ വളരെ വിഷമത്തോടെ അവരെല്ലാവരും എന്നെ വിളിക്കുകയും നമുക്ക് പത്രക്കാരെ കാണുന്ന കാര്യം പറയുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം അതിനും എനിക്ക് പറ്റുന്നൊരു മാനസികാവസ്ഥയും ആയിരുന്നില്ല ആ സമയത്ത്. അപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞ വാർത്തയിലെ അല്ലെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒന്ന് രണ്ട് വാക്കുകൾ എടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ളൊരു ക്യാമ്പയിൻ രണ്ട് പ്രധാനപ്പെട്ട കേരളത്തിലെ 2 ചാനലുകൾ, ഞാൻ തീർച്ചയായും ഞാൻ പറയാൻ എനിക്കൊരു മടിയില്ല, 2 ചാനലുകൾക്കും വ്യക്തമായ ചില അജണ്ടയുള്ള മാധ്യമങ്ങളാണ്. അതിൽ നിങ്ങളിപ്പോൾ ഈ പത്രപ്രവർത്തനം ഇനി ഒരു സമ്മേളനം ഒരു വിവാദമാക്കരുത്. അതിലൊന്ന് ജനം TV-യും ഒന്ന് മീഡിയ 1-ഉം ആയിരുന്നു. അത് വന്നൊരു ക്യാമ്പയിൻ എന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ ഈ 2 ചാനലുകളും എക്സൈസ് ഓഫീസിലേക്ക് അടക്കം നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ എന്നോട് ഞാനൊരു പൊളിറ്റീഷ്യനായ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു, പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാം, അതിൻ്റെ എല്ലാ നന്മയുടെയും തിന്മയുടെയും ഒക്കെ ഭാഗമാണ് എൻ്റെ മകൻ അടങ്ങുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരുടെ സമൂഹം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തിച്ച് അവനെ കൊണ്ടുവരേണ്ട ചുമതല എനിക്കാണ് എന്ന് ബോധ്യമുള്ളപ്പോൾ തന്നെ അവൻ ചെയ്യാത്തൊരു കാര്യം വലിയ ഹൈലൈറ്റ് ആയി. ഇതിൻ്റെ എല്ലാ വാർത്തകളും ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴും അടുത്തിരുന്ന അഡ്വക്കേറ്റ് ഷെയ്ഖിനെ കാണിക്കുമായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ് കാണിച്ചത്. ഒരിക്കലും ഇല്ലാത്തൊരു കാര്യം, അതാണ് ഒരുപക്ഷെ അമ്മ എന്ന നിലയിൽ എന്നെ ചൊടിപ്പിച്ചതും അത് തന്നെയാണ്. ഒരിക്കലും ആ മാധ്യമം പറഞ്ഞ വാർത്ത ശരിയല്ലായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുന്നത് ശരിയല്ല. ഇനി കഴിഞ്ഞ ദിവസം കേരളത്തിൽ മദ്യലഹരിയിലോ കഞ്ചാവ് ലഹരിയിലോ ഒരു കൊലപാതകം നടന്നു എന്ന് പറഞ്ഞ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടു. സത്യം പറഞ്ഞാൽ ഇപ്പം മാധ്യമങ്ങളിൽ പറഞ്ഞ വാർത്ത എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നെപ്പോലെ ഒരു അമ്മയ്ക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഒരാളെ കൊന്നു വാർത്ത വന്നപ്പോഴും നമ്മൾ ചിന്തിക്കുക, ഇത് ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ, കൊടുത്തത് കറക്റ്റായിരിക്കും. പക്ഷെ ആ കുട്ടികളുടെ പോലും പടം കാണിച്ചിട്ടില്ല മാധ്യമങ്ങൾ. ഈ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞ കുട്ടികളുടെ പോലും ചിത്രം മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല. കാണിക്കേണ്ട ആവശ്യമില്ല, കാണിക്കണമെന്ന് ഞാൻ പറയല്ല, നിങ്ങളുടെ വാർത്തയുടെ സ്വകാര്യത. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ, മകൻ്റെ ചിത്രങ്ങൾ സഹിതം കൊടുത്ത വാർത്ത നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓൺലൈൻ ചാനലുകളുണ്ട്. അവർ പറയുന്ന അറയ്ക്കുന്ന ഭാഷയിലാണ് പലരും, നല്ലവർ മാത്രമല്ല, നല്ല ഭാഷ ഉപയോഗിക്കുന്നവർ മാത്രമല്ല, നല്ല ഭാഷ ഉപയോഗിക്കുന്ന മാധ്യമപ്രവർത്തകരുമുണ്ട്, ഓൺലൈൻ ചാനലും എല്ലാം ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് രണ്ടും. പക്ഷേ ഇപ്പോഴത്തെ ഓൺലൈൻ ചാനൽ നിങ്ങൾക്കറിയാം, മൊബൈലുള്ള ആളോഹരി എല്ലാവരും പത്രക്കാരാവുന്ന കാലത്ത് നിങ്ങൾ കൊടുക്കുന്നൊരു വാർത്തയെ പിൻപറ്റി ദിവസങ്ങളോളമുള്ള വേട്ടയാടലുകൾ വരികയാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് കണ്ടിട്ടാണ് വീണ്ടും എൻ്റെ പ്രസ്ഥാനം എന്നോട് പറയുകയാണ് നമുക്കത് ക്ലിയർ ചെയ്യണം എന്ന് പറയണം. ഒപ്പം കായംകുളം പട്ടണത്തിൽ ഇടതുപക്ഷത്തിനുള്ള സ്വീകാര്യത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വലിയ മാധ്യമ പ്രൊപ്പഗൻഡ നടന്നൊരു കാലമാണ് 2021 തെരഞ്ഞെടുപ്പ്, അസംബ്ലി ഇലക്ഷൻ. മാധ്യമങ്ങൾ തന്നെയാണ് ക്യാമ്പയിനിൽ രംഗത്ത് വന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ ഭാഗമായിരുന്നു. അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്, ഞങ്ങൾക്കത് പ്രശ്നമല്ല. ഇപ്പം ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ അങ്ങനെ നിൽക്കും. പക്ഷേ ആ കാലത്ത് പോലും ഇത്രയും പ്രൊപ്പഗൻഡ വന്നിട്ട് പോലും ഞങ്ങളുടെ പട്ടണത്തിൽ ജാതിപരമായോ മതപരമായോ കായംകുളം പട്ടണത്തിൽ ഒരു വേർതിരിവ് ഇന്ന് വരെ CPM ഇവിടുത്തെ പട്ടണത്തിൽ ഓരോ വിഭാഗം വ്യാപാരികളുമായിട്ട് ബന്ധമുണ്ട്, ഓരോ ലീഡേഴ്സിനും ബന്ധമുണ്ട്. അതാരും മതത്തിൻ്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ. എന്നാൽ ഇപ്പോഴൊരു ക്യാമ്പയിൻ, ഞാൻ എന്തോ ഒരു മതം പറഞ്ഞു എന്ന് ഒരിക്കലും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് വളച്ചൊടിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും കേൾക്കുന്നില്ലല്ലോ. ചിലരുടെ എന്തെങ്കിലും നിലപാടാണോ അതിൻ്റെ അകത്ത് ജനം TV-യുടെ മീഡിയ 1 ചാനലിൽ നിന്നുള്ള, ഞാൻ മീഡിയ 1-ൻ്റെ മാത്രമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. രണ്ട് ചാനലിനും അതിൻ്റേതായ ചില അജണ്ടകളുണ്ട് എന്നുള്ളത് ഈ പൊതുസമൂഹത്തിനറിയാം. ആ ചാനലുകൾ അത് നടപ്പാക്കിയിട്ടുമുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകന്റെ ലഹരി കേസുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് യു പ്രതിഭയുടെ ഭാഗത്ത് നിന്ന് വന്നത്.